നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTC സ്വിഫ്റ്റിൽ ഇലക്ട്രിക് ബസ്, അതുപോലെ തന്നെ ബജറ്റ് ടൂറിസം തുടങ്ങിയ ജനകീയ പദ്ധതികൾ കൊണ്ടുവന്ന KSRTC MD ബിജു പ്രഭാകർ നിർണായക തീരുമാനത്തിലേക്ക്. ഗതാഗത മന്ത്രിയായി KB ഗണേഷ് കുമാർ ചുമതലയേറ്റതിന് ശേഷമുണ്ടായ ഇലക്ട്രിക് ബസ് വിവാദത്തിന് പിന്നാലെ KSRTC MD സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട ബിജു പ്രഭാകർ. ഈ ആവശ്യം വ്യക്തമാക്കി ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. ഇലക്ട്രിക് ബസ്സിലടക്കം നയപരമായ കാര്യങ്ങളിൽ മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് MD സ്ഥാനം ഒഴിയാൻ കാരണമെന്നാണ് സൂചന. വിദേശത്തായിരുന്ന ബിജു പ്രഭാകർ കഴിഞ്ഞ മാസം 28-ന് മടങ്ങിയെത്തിയ ശേഷം KSRTC ഓഫീസിൽ പോവുകയോ ഫയലുകളിൽ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല. MD സ്ഥാനത്തിന് പുറമെ ഗതാഗത സെക്രട്ടറിയുടെ ചുമതലയും ഒഴിയുമെന്നാണ് സൂചന. ഇലക്ട്രിക് ബസ് ലാഭകരമല്ല എന്നും ഇനി വാങ്ങില്ല എന്നുമുള്ള KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് വിവാദമായത്. KSRTCയിലെ നയപരമായ തീരുമാനങ്ങളിൽ ഉൾപ്പെടെ ഗണേഷ് കുമാർ ഏകപക്ഷീയമായ ഇടപാട് നടത്തുന്നുവെന്ന ആരോപണവും ഇതിനു പിന്നാലെ ഉയർന്നു. ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ തന്നെ ബിജു പ്രഭാകർ സ്ഥാനം ഒഴിയുമെന്ന അഭ്യൂഹവും ശക്തമായിരുന്നു. ഇതിനിടെയാണിപ്പോൾ സ്ഥാനമൊഴിയാൻ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിക്കുന്നതിന് മുൻപേ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ലഭിച്ചുവെന്ന പരാതിയും ഉയർന്നു വന്നിരുന്നത്. സ്ഥാനമൊഴിയുന്നത് സംബന്ധിച്ചുള്ള കത്ത് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇതുവരെ എത്തിയിട്ടുമില്ല. അതേസമയം KSRTCയിൽ ശമ്പളം സമയബന്ധിതമായി കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ലാഭമല്ലാത്ത റൂട്ടുകൾ റദ്ദാക്കും, ശമ്പള പെൻഷൻ കാര്യത്തിൽ ധനവകുപ്പുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. KSRTCക്ക് ഒരു ലോൺ പോലും കിട്ടുന്നില്ല. ആദ്യഘട്ടം എന്ന നിലയിൽ സമ്പൂർണ്ണ ചെലവ് ചുരുക്കിയേ തീരൂ. സിറ്റിയിൽ മാത്രം ഒരു ദിവസം 86,000 രൂപയുടെ ഡീസൽ ലാഭിക്കാൻ കഴിയുന്നുണ്ട്. സർവീസുകളെ ബാധിക്കാതെയാണ് അനാവശ്യ ഓട്ടങ്ങൾ റദ്ദാക്കിയത്. പെട്രോളിനും ശമ്പളത്തിനുമുള്ള വരുമാനമില്ലാതെ ബസ്സുകളുണ്ട്. അന്തർ സംസ്ഥാന സർവീസ് ഉൾപ്പെടെ റദ്ദാക്കും. MLAമാർ സഹകരിക്കുന്നുണ്ട്. പത്തനാപുരത്ത് ഉൾപ്പെടെ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇലക്ട്രിക് ബസിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അനാവശ്യ ചോദ്യം ചോദിച്ച എന്നെ വലയിൽ ചാടിക്കാൻ നോക്കണ്ട എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. KSRTC MD മാറുന്നു എന്ന കാര്യം അറിയില്ല എന്നും തന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നും ഗണേഷ് കൂട്ടിച്ചേർത്തു. അതേസമയം സംസ്ഥാനത്തെ വിവിധ യൂണിറ്റുകളിൽ നിന്നും കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് KSRTC അറിയിച്ചു. 2019 കേരളം തമിഴ്നാടുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായാണ് കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ ആരംഭിക്കുന്നത്. വോൾവോ ലോ ഫ്ലോർ AC സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് സർവീസുകൾക്കായി ഉപയോഗിക്കുക. പ്രധാനമായും പൊള്ളാച്ചി, കോയമ്പത്തൂർ, തെങ്കാശി, തേനി, വാളയാർ, കമ്പമേട്, ചെങ്കോട്ട, ആനക്കട്ടി, ഉദുമൽപേട്ട് തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയാണ് സർവീസുകളെന്നും KSRTC അറിയിച്ചു. യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ലഭിക്കുന്ന തരത്തിലാണ് ഓരോ സർവീസുകളും ക്രമീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ മിക്ക യൂണിറ്റുകളിൽ നിന്നും സർവീസുകൾ ആരംഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ, സർവീസുകളുടെ സമയക്രമം, ഓപ്പറേറ്റ് ചെയ്യുന്ന യൂണിറ്റ് തുടങ്ങിയ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി അറിയിക്കുമെന്നും KSRTC അറിയിച്ചു.